പലപ്പോഴും എല്ലാം ശാന്തമാകുമ്പോഴാണ് ആ ചിന്ത വരുന്നത്. ഒരുപക്ഷെ രാത്രി ഒരുപാട് വൈകി, വീടൊക്കെ ഒന്ന് ഒതുങ്ങി, അന്നത്തെ ദിവസമെല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്ത് നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മളത് കാണുന്നത്. മറ്റൊരാളുടെ വലിയൊരു നേട്ടം അല്ലെങ്കിൽ പുതിയൊരു തുടക്കം, നമുക്ക് മാത്രം പിടികിട്ടാത്ത ജീവിതത്തിൻ്റെ രഹസ്യം മറ്റെല്ലാവരും കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളൊരു തോന്നൽ. ചിലർക്ക് പ്രൊമോഷൻ കിട്ടുന്നു, ചിലർ സ്വന്തമായിട്ട് വീട് വാങ്ങുന്നു, മറ്റു ചിലർ പ്രണയിക്കുന്നു, യാത്രകൾ ചെയ്യുന്നു. അങ്ങനെ യാതൊരു തടസ്സവും ഇല്ലാതെ ഒഴുകുന്ന പുഴ പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോവാണ്. പക്ഷേ നിങ്ങളിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? നെഞ്ചിൽ എന്തോ ഒരു ഭാരം പോലെ, തൊണ്ടയിൽ എന്തോ തടയുന്ന പോലെ, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഭൂമി നമ്മളെ കുറച്ചുകൂടി താഴേക്ക് വലിക്കുന്നത് പോലെ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെയാണത്. ഓരോ ട്രെയിനുകളും സ്റ്റേഷൻ വിട്ടു പോകുന്നു, നിറയെ ആളുകൾ, എല്ലാവരും വലിയ സ്വപ്നങ്ങളുമായിട്ട് എങ്ങോട്ടൊക്കെയോ യാത്ര ചെയ്യുന്നു. പക്ഷേ കയ്യിലൊരു ടിക്കറ്റും പിടിച്ച് ആ ട്രെയിനിലെ വെളിച്ചം അകലേക്ക് മായുന്നു നോക്കിയിട്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് കിട്ടേണ്ടിയിരുന്ന അനൗൺസ്മെൻറ്റ് മിസ്സായോ? അതോ നമ്മൾ എത്തിയത് തെറ്റായ സ്റ്റേഷനിലായിരിക്കുമോ? അതിനെ അസൂയ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അത് വളരെ ചെറിയൊരു വാക്കാണ്. ഇത് അതിനേക്കാൾ ആഴമുള്ള ഒന്നാണ്. എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ താൻ മാത്രം പിന്നിലായി പോകുമോ എന്നുള്ളൊരു ഭയം. അവസരങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു, താൻ മാത്രം പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കൂ. നിങ്ങളുടെ ശീലങ്ങൾ, കഷ്ടപ്പാടുകൾ, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ എല്ലാം നിശ്ചലമായി നിൽക്കുന്ന പോലെ. വേഗതയെ മാത്രം സ്നേഹിക്കുന്ന ഈ ലോകത്ത് അനങ്ങാതെ നിൽക്കുന്നത് ഒരു പരാജയമായിട്ട് നമുക്ക് തോന്നും. മനസ്സിൻ്റെ ഏതോ കോണിൽ നിന്ന് ആ ചോദ്യം വരുന്നുണ്ടാകും, എനിക്ക് എന്താണ് കുഴപ്പം? എല്ലാവരും മുന്നോട്ട് കുതിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് ഇവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? നമുക്കൊരു ദീർഘശ്വാസം എടുത്താലോ? സാവധാനം ഒന്ന് ശ്വാസം എടുക്കാം. ഇൻഹെയിൽ ചെയ്യാം, ആൻഡ് നൗ എക്സ്ഹെയിൽ ചെയ്യാം. അത് പുറത്തേക്ക് വിടാം. ആ നെഞ്ചിലൊരു ഭാരം ഫീൽ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ തോറ്റുപോയി എന്നോ നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണോ എന്നൊന്നും അർത്ഥമില്ല. പുറമോടികൾക്ക് മാത്രം വില കൊടുക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന പച്ചയായ മനുഷ്യനാണ് നിങ്ങൾ എന്ന് മാത്രമാണ് അതിനർത്ഥം. ചെറുപ്പം മുതലേ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം ഒരു ഏണിപ്പടി പോലെയാണ് എന്നാണ്. പഠനം, ജോലി, കല്യാണം, വീട്, അങ്ങനെ കൃത്യമായ സമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന് സമൂഹം പറയും. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ വരയ്ക്കാത്ത ആ ഭൂപടവും ചുമന്ന് നടക്കാൻ എന്തൊരു ഭാരമാണ്. ഇല്ലാത്തൊരു സമയരേഖയ്ക്ക് പിന്നാലെ ഓടി നമ്മൾ തളരാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന നിങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടല്ല. അത് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഇടവും നിങ്ങൾ എത്തണം എന്ന് സമൂഹം പറയുന്ന ഇടവും തമ്മിലുള്ള ദൂരം കാരണമാണ്. എത്തണമായിരുന്നു അല്ലെങ്കിൽ ആകണമായിരുന്നു, എത്ര അപകടകരമായ വാക്കുകളാണത് അല്ലേ? അത് നിങ്ങളുടെ സമാധാനം കെടുത്തുന്നു. നിങ്ങളുടെ ചെറിയ വിജയങ്ങളെ പോലും അത് നിസ്സാരമാക്കി കളയാണ്. നിങ്ങളെടുക്കുന്ന വിശ്രമത്തെ അത് മടിയായി ചിത്രീകരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഹൈലൈറ്റുകൾ കണ്ട് നമ്മുടെ ജീവിതത്തിലെ ബിഹൈൻഡ് ദ സീൻസുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അവരുടെ ഫിനിഷിംഗ് പോയിന്റ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനുവേണ്ടി അവർ ഇരുട്ടിലൂടെ നടന്ന ദൂരം നമ്മൾ കാണുന്നില്ല. അവരുടെ ഉള്ളിലെ പേടിയും സങ്കടങ്ങളും നമ്മൾ അറിയുന്നില്ല. തിളങ്ങി നിൽക്കുന്ന പുറം കാഴ്ചകൾ മാത്രം കൊണ്ട് നമ്മുടെ ഉള്ളിലെ അലങ്കോലമായ ജീവിതത്തെ നമ്മൾ വെറുക്കുന്നു. നമ്മൾ മാത്രമേ ഇങ്ങനെ കഷ്ടപ്പെടുന്നുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നു. പക്ഷേ വിശ്വസിക്കൂ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെക്കാൾ വേഗത്തിൽ ഓടുന്നവർ പോലും ആരെങ്കിലും തങ്ങളെ പിന്നിലാക്കുന്നുണ്ടോ എന്ന് പേടിച്ച് കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. ഞാൻ പിന്നിലായി പോയി എന്നത് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു തോന്നൽ മാത്രമാണ്. നമ്മളെല്ലാം ഓടുന്നത് ഒരേ ട്രാക്കിലൂടെയല്ല. ലക്ഷ്യങ്ങളും വഴികളും വേറെയാണ്. എന്നിട്ടും നമ്മൾ വെറുതെ വശങ്ങളിലേക്ക് നോക്കി നമ്മൾ തോൽക്കുകയാണ് എന്ന് വിചാരിക്കുകയാണ്. നമുക്കിതൊന്ന് മാറ്റി ചിന്തിക്കാം. കഠിനമായ മഞ്ഞുകാലത്ത് നിൽക്കുന്ന ഒരു കാടിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മരങ്ങളിൽ ഇലകളില്ല, മണ്ണ് ഉറച്ചു കിടക്കുന്നു, പൂക്കളില്ല, പഴങ്ങളില്ല. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന പോലെ ആ കാടിനെ നോക്കിയാൽ അത് മരിച്ചു പോയി എന്ന് നമ്മൾ പറയും. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് ഈ കാട് പരാജയമാണെന്ന് പറയും. പക്ഷേ ആ കാട് മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയാണ്. മണ്ണിനടിയിൽ ആരും കാണാത്ത ഇരുട്ടിലെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുകയാണ്. വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനായിട്ട് അത് സ്വയം പാകപ്പെടുത്തുകയാണ്. ആ മരം ഊർജം സംഭരിക്കുകയാണ്, അത് വിശ്രമിക്കുകയാണ്. വർഷം മുഴുവൻ പൂക്കാൻ ഒരു മരത്തിനും കഴിയില്ല. മഞ്ഞുകാലത്ത് പൂക്കാൻ ശ്രമിച്ചാൽ അത് നശിച്ചു പോകും. അതിന് ഈ മഞ്ഞുകാലം അത്യാവശ്യമാണ്. ഒരുപക്ഷെ നിങ്ങളൊരിടത്ത് കുടുങ്ങിയതാവില്ല, ഇത് നിങ്ങളുടെ മഞ്ഞുകാലമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിശബ്ദമായ കാലം, ആരും കാണാതെ മെല്ലെ നീങ്ങുന്ന ഈ കാലം, അതൊരു തെറ്റല്ല. നിങ്ങൾ അധ്വാനിക്കാത്തത് കൊണ്ട് കിട്ടിയ ശിക്ഷയുമല്ല.
ഇത് വേരുകൾ ആഴ്ത്തി ഇറക്കാനുള്ള സമയമാണെങ്കിലോ? ആരും കാണാത്ത ഇടങ്ങളിൽ വളർച്ച നടക്കുന്നുണ്ടാവും. നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ സഹനശക്തിയിൽ, ഏകാന്തതയെ നേരിടാനുള്ള കരുത്തിൽ, അവിടെയൊക്കെ നിങ്ങൾ വളരുകയാണ്. ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടുന്ന കാര്യങ്ങളല്ല. ഇതിനൊന്നും വലിയ പദവികളുമില്ല. പക്ഷേ ജീവിതത്തിലെ വലിയ മഴകളെയും കാറ്റിനെയും നേരിടാനായിട്ട് ഈ കരുത്ത് കൂടിയേ തീരൂ. മണലിൽ പെട്ടെന്ന് കെട്ടിപ്പൊക്കിയ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പക്ഷേ തിരമാല വന്നാൽ അത് തകർന്നു പോകും. എന്നാൽ പാറയിൽ കെട്ടിയ വീട് പണിയാൻ സമയമെടുക്കും, പക്ഷേ അത് എന്നും നിലനിൽക്കും. ഒരുപക്ഷെ നിങ്ങൾ അടിത്തറ പണിയുന്നത് പാറപ്പുറത്തായിരിക്കും. അതിന് സമയമെടുക്കും. വൈകി പൂക്കുന്നതിലും ഒരു ഭംഗിയുണ്ട്. ആദ്യം ഓടിയെത്തിയവർ പലപ്പോഴും വഴിയിലെ കാഴ്ചകളും പാടങ്ങളും കണ്ടെന്നു വരില്ല. അവർക്ക് സമ്മാനം കിട്ടിക്കാണും, പക്ഷേ അനുഭവം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾ അനുഭവങ്ങൾ തേടുകയാണ്, ആഴങ്ങൾ തേടുകയാണ്. അതിന് ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കാത്തിരിപ്പ് കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭ്രാന്ത് പിടിക്കാതെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും? കാത്തിരിക്കുന്നതിൽ സന്തോഷിക്കണം എന്ന് നിർബന്ധമില്ല. സങ്കടം തോന്നാം, കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ആഗ്രഹിക്കാം, അതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്ന ആ അളവുകോല് നമുക്കൊന്ന് താഴെ വയ്ക്കാം. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് സ്വന്തം ജീവിതത്തെ പഴിക്കാൻ തോന്നുമ്പോൾ ഒന്ന് നിൽക്കുക, ആ ചിന്തയെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കുന്ന ചെറിയ കാര്യങ്ങളെ നോക്കൂ. കുടിക്കുന്ന കാപ്പി, വായിക്കുന്ന പുസ്തകം, ഇന്നലെ ആരോടെങ്കിലും സംസാരിച്ചത്, ഇത്രയൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടും ഇന്നും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ. അതാണ് യഥാർത്ഥ മുന്നേറ്റം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയത്ത് വിശ്വസിക്കുക. ട്രസ്റ്റ് ദ ടൈമിംഗ്. കൺട്രോൾ പോവുക എന്നത് പേടിപ്പെടുത്തുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് വലിയൊരു സമാധാനമുണ്ട്. പണ്ട് നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് നേരിട്ട പരാജയങ്ങൾ, തടസ്സങ്ങൾ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പരാജയങ്ങൾ പലതും നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നില്ലേ? ആ തടസ്സങ്ങൾ കാരണമാണ് പിന്നീട് വന്ന വലിയ കാര്യങ്ങളെ നേരിടാനായിട്ട് നിങ്ങൾക്ക് കരുത്ത് കിട്ടിയത് എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ? നൂലുകൾ കോർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡിസൈൻ മനസ്സിലാവില്ല. പിന്നിലെ കെട്ടുകൾ മാത്രമേ കാണുള്ളൂ. അത് വൃത്തികേടായി തോന്നും. പക്ഷേ മറുവശത്ത് മനോഹരമായ ഒരു ചിത്രം തെളിയുന്നുണ്ടാവും. ആരെയും എത്തിപ്പിടിക്കാൻ നിങ്ങൾ ഓടേണ്ടതില്ല. കാരണം നിങ്ങൾ പിന്നിലല്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് നിൽക്കേണ്ടത്. ജീവിതം പണിതീരാത്തൊരു വീടാണ് എന്നോർക്കുക. ക്ലൈമാക്സ് എന്താണെന്ന് ഇപ്പം അറിയേണ്ടതില്ല. ഒരധ്യായം നീണ്ടുപോയി എന്ന് കരുതി കഥ അവസാനിക്കുന്നില്ലല്ലോ. ഇപ്പം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഭാരമില്ലേ, മറ്റുള്ളവരുടെ പ്രതീക്ഷകളുടെയും സ്വന്തം ആകുലതകളുടെയും ഭാണ്ഡക്കെട്ട്, അതൊന്ന് താഴെ ഇറക്കി വയ്ക്കുന്നത് സങ്കല്പിക്കൂ. വഴിയരികിൽ സാവധാനം ഇത് ഇറക്കി വയ്ക്കുക. ഇനി നടക്കാൻ എത്ര എളുപ്പമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേഗതയിൽ സഞ്ചരിക്കാം, വഴി മാറി സഞ്ചരിക്കാം. വേണമെങ്കിൽ അഭിപ്രായങ്ങൾ മാറ്റാം, അല്ലെങ്കിൽ കുറച്ചു നേരം വെറുതെ ഒരിടത്ത് നിൽക്കാം. ജീവിതം തീർക്കാനുള്ള ഒരു പ്രൊജക്റ്റല്ല, അത് അനുഭവിച്ചു തീർക്കാനുള്ള ഒരു യാത്രയാണ്. നിങ്ങളത് ജീവിക്കുന്നുണ്ട്. ഈ നിശബ്ദതയിലും ഈ കാത്തിരിപ്പിലും നിങ്ങൾ ജീവിക്കുകയാണ്. ചുറ്റുമുള്ള ഈ നിശബ്ദതയെ ഒന്ന് നോക്കൂ. അത് ശൂന്യമല്ല, അത് വിശാലമാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളായി തന്നെ ഇരിക്കാനായിട്ട് അത് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് മതി, എല്ലാം ശരിയാവും. ഇരുട്ടിലാണെങ്കിലും നിങ്ങൾ വളരുകയാണ്. സാവധാനം മതി, ലോകം കാത്തിരുന്നോളും. ജസ്റ്റ് ബ്രീത്ത്.